ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 3 വീഡിയോ ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ആശീർവാദ ട്രിപ്പ് പാർട്ട് 3 വീഡിയോ ആണ്. അപ്പം നമ്മളിപ്പോഴും നമ്മുടെ മോബ്സ്റ്ററിനെയും കൊണ്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് നിർത്തിയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി. ഓക്കെ, ഇപ്പോൾ ഏകദേശം ടൈമും കാര്യങ്ങളൊക്കെ എന്ന് പറയുവാണെങ്കിൽ ഒരു 4 മണി 4:30 ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ പുലർച്ചെ 4 മണി 4:30 ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയേക്കാം. കുറേ നേരമായിട്ട് ഡ്രൈവ് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഇറങ്ങാനായിട്ട് ഇറങ്ങി ഒന്ന് നിന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് ട്രിപ്പ് എടുക്കാം. ഓക്കെ, ഇത് കൊമ്പനൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കോൺഗോറൊക്കെ അടിച്ച് പുറത്തി അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇനി നമ്മൾ റിട്ടേൺ ട്രിപ്പാണ്. നമ്മൾ അവിടെ നിന്ന് ഊട്ടിയിൽ നിന്നൊക്കെ തിരിച്ചിട്ടിപ്പം ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് നമ്മൾ തിരിച്ചതാണ്. ഫുഡെല്ലാം അടിച്ചിട്ട് 9 മണിയായപ്പോൾ നമ്മൾ തിരിച്ചതാണ്. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും തിരിച്ച് പോവാം. നമ്മളെന്തായാലും റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുവാണിത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് നിർത്തിയതാണ്. ഓക്കെ, ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഒന്ന് വാഷ് ചെയ്തെടുത്തതാണ് നമ്മുടെ വണ്ടി. ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ചൊന്ന് തുടച്ചെടുത്തു. ഇവിടെ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കും ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ ആവും, നമുക്കറിയാം. എന്നാലും നമ്മളൊന്ന് ചെയ്ത് നോക്കിയതാണ്. വെറുതെ ആ വൈബ് അടിച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പൊടിയൊക്കെ അതൊരു മോശമല്ലേ. അപ്പോൾ അതാണ് നമ്മൾ പൊടിയും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി അങ്ങ് പോകുന്നത്. ഓക്കെ, എന്തായാലും നമ്മളൊരു ട്രാവലറിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫുള്ള് വളമാണ്. നമ്മുടെ നൈറ്റ് ടൈമാണ്. അയ്യോ എയ്സ്, നമ്മളാണ് റോങ് സൈഡ് കയറി വന്നത്. ഐഷറിനെ ഓവർടേക്ക് ചെയ്യാം, പക്ഷെ നടന്നില്ല. ഓക്കെ, അതെ ഗൈസ്, ഇവിടാണ് നമ്മുടെ ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ കൊല്ലത്തും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി എന്തായാലും കുറച്ചുകൂടെ ഉള്ളൂ. കുറച്ചെന്ന് വെച്ചാൽ ഏകദേശം നാളെ ഒരു രാവിലെ ഒരു 10-11 മണിയാവും നമ്മളെന്തായാലും അവിടെ എത്തുമ്പോഴത്തേക്ക്. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിച്ച കുറച്ച്. ഓക്കെ, ഇവിടെ ഒരു ലോറിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മളെ കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ഫുള്ള് വളവും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഇതൊക്കെയാണ് നമ്മൾ പോകുന്നത്. വളവിലൊക്കെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ വല്ല ആനയോ പുലിയോ വല്ലതും ഉണ്ടെങ്കിലോ നമ്മുടെ വണ്ടിക്കാണ് പണി. ഓക്കെ, ഇനിയും ആനയും പുലിയും കാണാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ കുറേ ഇങ്ങ് വന്നിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം വീടും കടയും കണ്ടില്ല, അതുപോലെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടൊക്കെയാണ് ഈ ഒരു ടൈമിൽ തന്നെ കടയും കാര്യങ്ങളൊക്കെ തുറക്കും ഗൈസ്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ കടയും കാര്യങ്ങളൊക്കെ തുറക്കും. അതാണ് അവിടെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. അയ്യോ, അപ്പം നമ്മുടെ ഐഷറിൻ്റെ പുറകിൽ ചെന്ന് കയറിയാണ്. ഓക്കെ, എന്നാൽ ഈ ഒരു ടൈമിൽ തന്നെ ഇവിടെ കടയും കാര്യങ്ങളൊക്കെ തുറക്കും. അതുകൊണ്ട് വലിയ സീനില്ല. ആനയും പുലിയും വരുത്തില്ലെന്നുള്ളൊരു ഇതുണ്ട്. ഫുള്ള് കടയൊക്കെയാണ്, വെട്ടവും കാര്യങ്ങളൊക്കെ. അതാണ് മെയിൻ. രാത്രിയിലാണല്ലോ ആനയൊക്കെ വരുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ അവിടുത്തെ പോലെ. നമ്മുടെ അവിടെയൊക്കെയാണ് 10 മണി 11 മണിയായിട്ട് കടയും കാര്യങ്ങളൊക്കെ തുറക്കത്തുള്ളൂ. ഒരു KSRTC ഓർഡിനറി ഓൺ ദ സ്റ്റെപ്പ് ട്രിപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിത് എന്തായാലും ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയൊരു റൂട്ടിലോട്ട് കയറിയിട്ടുണ്ട്. സൈഡിൽ നമ്മുടെ നമ്മൾ കയറ്റവും ഇറക്കമൊക്കെ ഉള്ളൊരു റൂട്ടാണ്. അന്ന് നമ്മൾ വന്ന അതേ ഒരു വഴിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അയ്യോ, ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിനെ ചാമ്പിയേനെ. അതാണ് നമ്മൾ ഒന്നുകൂടെ ലെഫ്റ്റിലേക്ക് കയറ്റി അങ്ങ് എടുത്തത്. ഇല്ലേ ഇപ്പം സൈഡ് മിററോ അല്ലെങ്കിൽ കൊമ്പോ എല്ലോ അവൻ്റെ തലയിലിരുന്നേനെ. ഓക്കെ, ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്ഥലത്തൊക്കെ എത്തിയിട്ട് വേണം നമ്മുടെ ചെക്കന്മാരെയൊക്കെ ചെന്നൊന്ന് കാണാൻ. നമ്മുടെ മാസ്കി ബോയ്, കിഡ്നാപ്പർ എല്ലാവരും ഒരുമിച്ച് കിട്ടുമോയെന്ന് അറിയത്തില്ല. പലരും ടൂറിനും ട്രിപ്പിനും ഒക്കെ പോകുന്നതാണ്.
പിന്നെ നമ്മുടെ മാസ്കി ബോയ് മാത്രമേ അവിടെ കാണൂ. കാരണം എന്താണ് അവൻ്റെ ഫസ്റ്റ് ട്രിപ്പ്, അതായത് ഫസ്റ്റ് ലോങ് ട്രിപ്പും കാര്യങ്ങളൊക്കെ സാറ്റർഡേ ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ തന്നെ എടുക്കും. അപ്പോൾ അതിന് മുന്നേ ഉള്ള കുറേ പ്രോസസ്സൊക്കെ ഒരാഴ്ച മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ എല്ലാ വണ്ടിക്കും അങ്ങനെയാണ്. എന്തെങ്കിലും എൻജിൻ കംപ്ലൈൻറ്റോ ലീക്കോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ചയ്ക്ക് മുന്നേ, ഇപ്പം അടുത്ത ആഴ്ചയാണ് ട്രിപ്പെങ്കിൽ നമ്മൾ അതിന് മുന്നേ ഒരാഴ്ച മുന്നേ നമ്മൾ സെറ്റാക്കി വെക്കുമല്ല. ഇപ്പം ലിപ്പ് തട്ടേണ്ടതായിരുന്നു. അന്ന് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട്. ഇപ്പം അതുപോലെ അതുപോലെ കറക്കി അങ്ങ് എടുത്തായിരുന്നെങ്കിൽ ഒടിഞ്ഞു തൂങ്ങി പകുതി വഴിയിലൊക്കെ കിടന്നേനെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ കിഡ്നാപ്പർ, അതുപോലെ ബോസ്, അതുപോലെ തന്നെ നമ്മുടെ മാസ്കി ബോയ്, സിനിസ്റ്റർ, അവരെല്ലാം പോയി കാണാനായിട്ട് പോകണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഡീസലും കാര്യങ്ങളൊക്കെ തീരാറായിട്ടുണ്ട്. 6 ലിറ്ററൊക്കെ ഉള്ളു ഗൈസ്. ഓക്കെ, അപ്പോൾ വളരെ സെറ്റാണ്, എല്ലാം സെറ്റാണ്. ഡീസലൊക്കെ തീർന്ന് വഴിയിലൊക്കെ കിടക്കാം. എന്തായാലും ഡീസൽ തീർന്നാലും സീനൊന്നുമില്ല. നമ്മളിവിടെ അടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ എത്തുമോ എന്നറിയത്തില്ല. ഇതിന് മുമ്പ് നമ്മളന്ന് ഊട്ടിയിലോട്ട് വന്ന ടൈമിൽ കണ്ടതാണ് പെട്രോൾ പമ്പൊക്കെ. അപ്പം അവിടെ വരെ എത്തുമോ എന്നറിയത്തില്ല, അതിന് മുമ്പേ തീരുമോയെന്നും അറിയത്തില്ല. അവിടെ വരെ എത്തിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരുത്തൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്, അവനെ അങ്ങ് വിടും. വണ്ടി ഓടിക്കാതെ കിടക്കുവാണ്, വെറുതെ ക്യാഷ് മേടിച്ചുകൊണ്ട് ചുമ്മാ കിടക്കുവാണ്. അവനൊക്കെ വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങുന്നതിനാണ് ക്യാഷ് കൊടുക്കുന്നത്. എന്തായാലും അവനെ വിടും നമ്മൾ ഡീസലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം. ഓക്കെ, എന്തായാലും അതിന് മുമ്പേ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അവിടെ എത്തിക്കാനായിട്ട് നോക്കാം. കയറ്റമൊക്കെ വല്ലതും വന്നു കഴിഞ്ഞാൽ മോനെ പെട്ടുപോകും. ഓക്കെ, നല്ല ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അന്നേരം 6 ലിറ്റർ ഡീസലൊക്കെ അങ്ങ് തീർന്നു. ഇപ്പോൾ 6 ലിറ്റർ ഇപ്പോൾ 5 ലിറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, അത് പെട്ടെന്ന് തന്നെ 5 ലിറ്റർ നമ്മുടെ സൈലൻസറിൽ കൂടെ അങ്ങ് പൊയ്ക്കോളും. 6 ലിറ്റർ ഒരു കയറ്റമൊക്കെ കയറുമ്പോഴത്തേക്ക് അതാണ് നല്ല റേസ് ചെയ്ത് അത് ഇത്രയും ലോഡൊക്കെ വെച്ച് നമ്മുടെ ആൾക്കാർ, നമ്മുടെ പാസഞ്ചേഴ്സ്, അതുപോലെ തന്നെ അവരുടെ ലോഡ്, ലഗേജ് ഇതൊക്കെ വെച്ച് കയറുമ്പോഴത്തേക്ക് എന്തായാലും ഡീസൽ തീരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ഇറക്കത്ത് നമുക്ക് ഇതുപോലെ ഇറക്കമൊക്കെ വരുന്നതുകൊണ്ടാണ് നല്ല ഇത് നമുക്ക് ഗൈസ് പെട്രോൾ പമ്പ് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ കയറി ഒന്ന് ഡീസൽ അടിച്ചിട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് ഡീസലും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല. എന്തായാലും പണി വാളി. ഓക്കെ, നമ്മളവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഗൈസ് ഇപ്പോഴേ ഡീസലും പെട്രോളും ഒന്നും വരത്തില്ലെന്ന്. അതായത് അവിടെ തീർന്നു ഡീസൽ ഓൾറെഡി. അപ്പം ഈ നമ്മുടെ ടാങ്കറിനകത്തിലൊക്കെ കൊണ്ടുവന്ന് നിറയ്ക്കും. അപ്പോൾ അതിനായിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ വന്നിട്ടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് ഡീസലൊന്നും. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ വെയിറ്റ് ചെയ്ത് അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് വെയിറ്റ് ചെയ്ത് ഡീസലൊക്കെ വരുന്നത്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഒരു ഉച്ചയൊക്കെ ആവും, വൈകുന്നേരം ആവും നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക്. അപ്പോൾ അതാണ് അവിടെ. അല്ലെങ്കിൽ പിന്നെ നിർത്തിയിട്ടാൽ അത്ര നേരം പാസഞ്ചേഴ്സിനൊക്കെ ബോറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതാണ് പിന്നെ നമ്മൾ നിർത്തിയൊന്നും വിടാഞ്ഞത്. എന്തായാലും പോകുന്നത് വരെ പോട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ AC ഒന്നും ആവശ്യമില്ല ഗൈസ്. ഫുള്ള് തണുപ്പും കാര്യങ്ങളൊക്കെയാണ്, നല്ല തണുപ്പാണ്. ഓക്കെ, കയറ്റമൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. കയറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ കയറ്റമൊന്നും വന്നില്ല പിന്നെ സീനില്ല. ഒരു 6-7 കിലോമീറ്ററോട് ഓടിക്കോളും ഈ ഡീസൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് പെട്രോളും ഡീസലും കാര്യങ്ങളൊക്കെ അടിച്ച് എപ്പോഴും പെട്രോൾ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. ഇതേ ഫുള്ള് മഞ്ഞാണ്. ആ സൈഡിലായിട്ട് ഒരു മലയുടെയൊക്കെ മേളിലായിട്ട് നമുക്ക് കാണാം, ഫുള്ള് മഞ്ഞാണ്. ഓക്കെ, ഈ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയതാണ്, ഒരു ട്രാവലർ മുടക്കി. അപ്പോൾ എന്തായാലും അവിടെ നമുക്ക് വഴിയിലൊന്നും കിടക്കേണ്ട വന്നില്ല. അതിന് മുമ്പേ സൈഡിൽ ഒരു ടാങ്കർ പോകുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ നിർത്തിയിട്ട് ആ ഒരു പെട്രോൾ പമ്പിലേക്ക് തന്നെയാണ് ആ ടാങ്കർ പെട്രോളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയത്. അപ്പോൾ നമ്മളത് നിർത്തിയിട്ട് നമ്മുടെ വണ്ടിയിലൂടെ കുറച്ച് ഒഴിപ്പിച്ചു. അത്യാവശ്യം ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ കോൺഗറർ ഓടിച്ച പുള്ളിയാണെങ്കിൽ പെട്രോൾ ഡീസലും കാര്യങ്ങളൊന്നും അടിക്കാതാണ് ഇട്ടിരുന്നത്. ഡീസലൊന്നും അടിച്ചിട്ടില്ലായിരുന്നു. അതാണ് ഇത്രയും സീൻ വരാൻ കാരണം.
ഓക്കെ, അപ്പോൾ ആക്ച്വലി പുള്ളി ശ്രദ്ധിച്ചില്ല ഈ ഡീസലിൻ്റെയും കാര്യങ്ങളൊക്കെ തീരാറായോ എന്നൊന്നും. ഓക്കെ, അപ്പോൾ അതാണ്. എന്തായാലും ഡീസലൊക്കെ അടിച്ചിട്ടുണ്ട്. 350 ലിറ്ററാണ് മാക്സിമം കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇത്രയും ദൂരം വന്നപ്പോഴത്തേക്ക് പകുതിയോളം തീർന്നു. ഓക്കെ, എന്തായാലും ഇനി ഇവിടെ വല്ലതും കാണുവാണെങ്കിൽ നമുക്ക് നിർത്തി അങ്ങ് അടിക്കണം. കാരണം എന്താണ്, ഇനി ഇതുപോലെ എന്തായാലും കുറേ ദൂരം ഓടാനുള്ളതുണ്ട്. ഇനിയും നമ്മുടെ അവിടെ എത്തിയിട്ട് എന്താണ് ഒരു ചെറിയൊരു കല്യാണ ട്രിപ്പ് കൂടെ എടുക്കാനുള്ള ഡീസലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളാണെങ്കിൽ എന്താണ് അങ്ങ് അടിക്കും. കാരണം ഇല്ലെങ്കിൽ ഇതുപോലെ ഇനി വഴി കിടക്കേണ്ട വന്നാലോ. അതാണ്. എന്തായാലും വഴി കിടക്കേണ്ടിയൊന്നും വന്നിട്ടില്ല നമുക്ക്. നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ കണ്ടു നമ്മുടെ എന്താണ് ടാങ്കറും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ഡീസൽ ഫുള്ള് ഇതിനകത്ത് അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഓക്കെ, നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഓക്കെ, നമുക്ക് എന്തായാലും അടിച്ച് പറത്തി അങ്ങ് പോയേക്കാം. ഓക്കെ, ഇതേ ഒരു കയറ്റവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അടിപൊളി. ഒറ്റക്കറക്കിന് നമ്മളങ്ങ് വളച്ചെടുത്തിട്ടുണ്ട്. സെറ്റ്. ഓക്കെ, എന്തായാലും നമ്മളൊരു ടാങ്കറിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലത്തെ ഒരു ടാങ്കറായിരുന്നു നമുക്കവിടെ ഹെൽപ്പ് ചെയ്തത് നമ്മളെ. എന്തായാലും ഓവർടേക്ക് ചെയ്തു. ഓക്കെ, വീണ്ടും ഒരു ട്രാവലർ. ഈ ട്രാവലറിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഇഴച്ചിലായിരിക്കും. ഓക്കെ, അതാണ്. ഈ ഇത്ര ഇറക്കമായിട്ടും പോകുന്നതുണ്ടോ, ഉറുമ്പഴയുന്ന പോലെ. ഓക്കെ, എന്തായാലും നമുക്ക് ഓവർടേക്ക് ചെയ്താൽ പറ്റത്തില്ല. നമുക്ക് ഓവർടേക്ക് ചെയ്താൽ കയറിയേക്കാം. അയ്യോ, ഭാരത ബെൻസ്. അവന് വരാൻ കണ്ടൊരു സമയം. അപ്പം നമ്മൾ എന്താണ് ട്രാവലറിനെ ഓവർടേക്ക് ചെയ്തങ്ങ് കയറിയാൻ. ഓക്കെ, എന്തായാലും ഇവിടെ വെച്ച് ഇനി ആരുമില്ല. ദേ അവിടെ നിന്നൊരു കാറ് വരുന്നുണ്ട്. ആരും ഇല്ലെന്ന് വിചാരിച്ചതാണ്. ഓക്കെ, ഇത് ഇവിടുന്ന് വേറെ ട്രാവലർ വരുന്നുണ്ട്. ഉമാനൊന്നും സമ്മതിക്കത്തില്ല ഓവർടേക്ക് ചെയ്യാൻ. എന്തായാലും ഈ ഒരു വട്ടം നമ്മൾ കാല് കൊടുത്തങ്ങ് കയറിയിട്ടുണ്ട്. സേഫസ്റ്റ്. ഓക്കെ, സേഫായിട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ മോബ്സ്റ്ററിനെ കൊണ്ട്. അവിടുന്ന് കഴുകിയതാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ പിടിച്ചു. ഓക്കെ, അയ്യോ, കാറ്. ഓക്കെ, ഇവിടെ പിന്നെ മറ്റേ ബാരിയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സൈഡിൽ വെച്ചിട്ടുണ്ട്. അല്ലാത്തടത്തൊക്കെ മരമൊക്കെ നിൽപ്പുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചേക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എന്നാലും നമ്മൾ ഇതുപോലത്തെ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചെങ്കിൽ നമ്മൾ ഇനി ഇതുപോലത്തെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചേക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത് സൈഡിലോട്ടൊരു വഴിയുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അതുവഴി ചെന്നാൽ ഈ ഒരു റോഡിൽ തന്നെ കുറച്ചുകൂടെ ഫസ്റ്റ് ചെന്ന് എത്താൻ പറ്റും. നമുക്കെന്തായാലും ഈ ഒരു റോഡിൽ കൂടെ പോകുന്നതാണ് ഇഷ്ടം. നല്ലൊരു ഇതാണ്. മറ്റേ റോഡാണെങ്കിൽ ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വഴിയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു വഴി പെട്ടെന്ന് എത്താനായിട്ടുള്ളത്. ഓക്കെ, ഇത് വീണ്ടും ഒരു കയറ്റമൊക്കെയാണ്. ജസ്റ്റ് മിസ്. ഇപ്പം നമ്മൾ ആ ടാങ്കർ പിന്നെ ഇടിച്ചേനെ.
നമ്മുടെ വണ്ടിയും അല്ല. വണ്ടിയൊന്നും വരാത്തതുകൊണ്ട് നമ്മൾ നൈസായിട്ട് അങ്ങ് വളച്ചെടുത്തിട്ടുണ്ട്. പൊട്ടെ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കുറേ നേരം ഇങ്ങനെ നിന്ന് കുറേ ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി എന്താണ് ചില സിഗ്നലൊക്കെ കത്തുന്ന ആ ടൈമിൽ നമ്മൾ നിർത്തുമ്പോഴത്തേക്ക് വണ്ടി അങ്ങ് എന്താണ് ഇങ്ങനെ ചാടി നിൽക്കുവാണ്. കാരണം എല്ലാവരും തുള്ളുമല്ലേ. എന്താണ് നമ്മുടെ കിളി നമ്മുടെ കൂടെ വന്ന അവനാണെങ്കിൽ ഇപ്പം കുറച്ച് നേരം ഡ്രൈവ് ചെയ്തു. അവനെക്കൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യിപ്പിച്ചു കുറച്ച് നേരം. അത് കഴിഞ്ഞ് വീണ്ടും എന്താണ് നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവനെന്തായാലും രാത്രി നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നല്ല AC കിടന്നുറങ്ങിയിട്ടുണ്ട് അവർ. എന്തായാലും അവൻ AC കിടന്നുറങ്ങി. അതുകൊണ്ട് നമ്മൾ അവനെക്കൊണ്ട് പണി ചെയ്യിപ്പിക്കുമായിരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇനി അവിടെ കൊണ്ട് നിർത്തിയിട്ടിട്ട് നമ്മളെന്താണ് ഇങ്ങനെ കുറച്ച് നേരം കിടത്തി ഉറക്കുക എന്നൊക്കെ വെച്ചാൽ എന്താണ് വണ്ടി നിർത്തിയിട്ട് കഴിയുമ്പോൾ ഇനി നമ്മൾ സ്ഥലത്ത് എത്തിയിട്ട് ഇതിനകത്തുള്ള കുപ്പിയും പാട്ടും എല്ലാം നമുക്ക് അവനെ കൊണ്ട് പറക്കിക്കണം. അവൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറാം. ഓക്കെ, എന്തായാലും ഈ ട്രാവലർ വരുന്നതിന് മുമ്പ് നമ്മൾ അവനെ ഓവർടേക്ക് ചെയ്ത്. ഈ ഫുള്ള് ടാങ്കർ ലോറിയാണല്ലോ. കുറേ ടാങ്കർ ലോറി നമ്മൾ കണ്ടു. ഫുള്ള് ടാങ്കർ ലോറിയാണ്. എവിടെയെങ്കിലുമൊക്കെ പെട്രോൾ കൊണ്ടുപോകുമായിരിക്കും, പെട്രോളോ ഡീസലോ അതല്ലേ. ഓക്കെ, ഇവിടെ ഒരു JCB ഒക്കെ കിടപ്പുണ്ട്. നമ്മുടെ മോബ്സ്റ്ററിൻ്റെ ലുക്ക് കണ്ടോ, അടിപൊളി ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിത് എന്താണ് സെഡസ്ത്ര കൗളാണ് നമ്മൾ കയറ്റിയേക്കുന്നത്. നമ്മുടെ സെഡസ്ത്രയ്ക്ക് ഫുള്ള് സെഡസ്ത്ര ബോഡിയാണ്. അതാണ് നമുക്കിപ്പം ഇത് കണ്ടപ്പോൾ നമുക്കൊരു നല്ലൊരു ഇത് തോന്നി, നമുക്ക് ഇതുപോലൊന്ന് ചെയ്താലോ എന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലൊന്ന് ചെയ്യണം. ഒരു ബോഡി കെട്ടണം നമ്മുടെ ബാക്ക് കൗൾ സെഡോണിൻ്റെ ഫ്രണ്ട് സെഡസ്ത്രയുടെ ഒക്കെ വെച്ച് നമുക്കൊരു ബോഡി കെട്ടണം. ഓക്കെ, അതിനായിട്ട് നമ്മുടെ കിഡ്നാപ്പറും അതുപോലെ തന്നെ കുറച്ച് വണ്ടികൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പുതിയതായിട്ട് വാങ്ങിച്ച നമ്മുടെ ഗ്രാൻഡ് BMRും അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഗ്രാൻഡ് BMR ഉണ്ടല്ലോ, കിഡ്നാപ്പർ എന്ന് പറഞ്ഞൊരു നമ്മൾ എഡിഷൻ നെയിം കൊടുത്തിറക്കി. അവനെ നമ്മൾ കൊടുക്കാനായിട്ട് പോവാണ്. അവനെയും അതുപോലെ തന്നെ നമ്മുടെ പ്രഡേറ്ററിനെയും. ഓക്കെ, അപ്പോൾ 2 വണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്, കിഡ്നാപ്പറും അതുപോലെ പ്രഡേറ്ററും നമ്മുടെ കയ്യിൽ നിന്ന്. മറ്റേ നമ്മൾ ലേലം വിളിച്ച് കിട്ടിയ ആ വണ്ടി അതും നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആയില്ലല്ലോ. അപ്പം നമ്മൾ പണിയൊന്നും ചെയ്തെടുത്തില്ല. നമ്മളെന്തായാലും കൊടുക്കാനായിട്ട് പോവാണ്. ഫുൾ വൈറ്റ് അടിച്ച് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ വർക്ക് ചെയ്യാനും നല്ല ക്യാഷും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലും നല്ലത് ഞാൻ വിചാരിച്ച് 3 വണ്ടിയും കൂടെ കൊടുത്തിട്ട് ഒരു BS6 അങ്ങ് എടുക്കാമെന്ന്. എന്തായാലും നമ്മൾ ഈ ഒരു അടുത്തിടെ തന്നെ ഒരു അടുത്ത BS6 ഇറക്കും. അപ്പോൾ നമ്മുടെ സിനിസ്റ്റർ മാസ്കി ബോയ് പിന്നെ അവനും ആവും പുതിയൊരു BS6ഉം കൂടെ. എന്താണെന്ന് വെച്ചാൽ ഈ BS6 ഒക്കെ ആകുമ്പോൾ പുതിയ വണ്ടികളല്ലേ, അപ്പോൾ അധികം സീനും കാര്യങ്ങളും ഒന്നും കാണത്തില്ല. നമ്മുടെ ഇപ്പോഴത്തെ പഴയ വണ്ടി BS4 അതൊക്കെ നമ്മൾ സെക്കൻഡ് വാങ്ങിച്ചുകൊണ്ടാണ് ഇത്രയും നല്ല പണി വരുന്നുണ്ട് എല്ലാ വണ്ടിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾറെഡി ഒരാൾ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ പുതിയ നമ്മുടെ ഗ്രാൻഡ് BMR നമ്മൾ ലേലത്തിന് വാങ്ങിച്ച സംഭവം. അവനെ ഒരാൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, എന്തായാലും കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ മറന്നു പോയൊരു വണ്ടിയുണ്ട്, നമ്മുടെ ബോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവനെ കൊടുക്കുന്നില്ല, കാരണം അവൻ നമ്മുടെ പഴയ വണ്ടിയാണ്. നമ്മൾ ഫസ്റ്റ് എടുത്ത് നമ്മുടെ BMR ആണ്, അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല. അവൻ അതുപോലെ തന്നെ നമ്മളെ ഇതുവരെ വഴി വെച്ചൊന്നും ചതിച്ചിട്ടൊന്നും ഇല്ല. ഓക്കെ, ഇതുവരെ വഴി വെച്ച് നമുക്ക് പണിയൊന്നും തന്നിട്ടില്ല. ഓക്കെ, ഇത് നല്ലൊരു വ്യൂ ആണ്. എന്തായാലും നമുക്ക് സൈഡിലോട്ട് ഒതുക്കി കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ അവൻ വലിയ പണിയും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. നമ്മുടെ ബോസ് BMR ബോസ് നമ്മുടെ ബോസ്. ഓക്കെ, അപ്പോൾ അവനെ നമ്മൾ കൊടുക്കാനായിട്ടൊന്നും തീരുമാനിക്കുന്നില്ല. ചെറിയ കല്യാണ ട്രിപ്പും കാര്യങ്ങളൊക്കെ അവനെക്കൊണ്ട് നമ്മൾ എടുക്കും. അതുപോലെ തന്നെ ഇച്ചിരി കുറച്ച് നാൾ കഴിയുമ്പോൾ പറ്റുവാണെങ്കിൽ അവനെക്കൊണ്ട് നമ്മൾ AITP ആക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ AITP വണ്ടികളൊക്കെ കുറേ പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിനിസ്റ്ററിനെ തന്നെ കുറേ നല്ല ലോങ് ഓട്ടവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതാണ് നമ്മൾ അതുപോലെ നമ്മൾ മാസ്കി ബോയ് എന്ന് പറഞ്ഞ നമ്മുടെ പുതിയ AITP വണ്ടി ഇറങ്ങിയത് അതുകൊണ്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ട്രിപ്പൊക്കെ കിട്ടും.
ഓക്കെ, നമ്മളപ്പോൾ എന്തായാലും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇനി നമുക്കെന്തായാലും വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോയേക്കാം. ഈ ട്രാവലർ പൊട്ടെ. ഓക്കെ, മറ്റേ ട്രാവലർ അവനെ വിടത്തില്ല നമ്മൾ. അവൻ നമുക്ക് കുറേ പണി തന്നിട്ടുള്ളതാണ്. നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത പോലൊക്കെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവനെ വിടുന്നില്ല. ഞാൻ പോയിട്ട് നീ പോയാൽ മതി. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയുക, നമ്മൾ പ്രഡേറ്ററിനെ കൊടുക്കുവാണ്. അതിൻ്റെ നെയിം മാത്രം നമ്മൾ ഇളക്കിയിട്ട് ഫുൾ ബ്ലാക്കായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ അപ്പോൾ അവന്മാരെ എല്ലാം സെയിലാക്കിയിട്ട് വേണം നമുക്ക് കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് വേറെ കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ വണ്ടിയുടെ തന്നെയാണ് ഒരു BS6 വണ്ടി എടുത്ത് നമ്മൾ ബോഡി ഇട്ട് നമ്മൾ ഫ്രണ്ട് നമ്മുടെ സെഡസ്റ്ററയും ബാക്ക് കൗള് സെഡോണിൻ്റെ ആക്കാനായിട്ടാണ് പ്ലാൻ. ബാക്ക് കൗള് സെഡോണിൻ്റെയും ഫ്രണ്ട് സെഡസ്റ്ററയും അതുപോലെ ആക്കാനായിട്ടാണ് നമ്മൾ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും അവനെ എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പേരൊക്കെ ഇട്ട് അങ്ങ് വിടും. ഓക്കെ, അവൻ പിന്നെ ഫുൾ AITP റണ്ണിങ്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം 3-4 ഓട്ടോ ഒക്കെ നമുക്ക് സിനിസ്റ്ററിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അതായത് കുറേ അതല്ല പറഞ്ഞത്, നമ്മളിപ്പം നിലവിൽ 3-4 ഓട്ടോ ഒക്കെ അടുപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. ഒരാഴ്ച അടുത്ത ആഴ്ച അങ്ങനെ എല്ലാം 1 ഡേ 2 ഡേ ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ്. ഒരു 4-5 ദിവസത്തെ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ടുണ്ട്. ഒരു 10-15 ദിവസത്തെ ട്രിപ്പ് നമുക്ക് അതിന് മുമ്പ് ഒരു വട്ടം കിട്ടിയതാണ്. നമ്മൾ അല്ല അന്നേരം വണ്ടി ഓടിച്ചത്, വേറെ ഒരു നമ്മുടെ ഡ്രൈവർ പുള്ളിയാണ്. ഓക്കെ, അപ്പം അന്ന് സിനിസ്റ്ററിന് അത്യാവശ്യം വലിയ ഓട്ടോ ആയിരുന്നു. അത് നല്ലൊരു ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടി. ഓക്കെ, അപ്പോൾ അതുപോലൊരു 7 ട്രിപ്പൊക്കെ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലൊരു 10 ദിവസം 12 ദിവസത്തേക്ക്. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും ഇപ്പോഴും കിട്ടുന്നത് 3-4 ദിവസത്തെ ട്രിപ്പാണ്. ഇപ്പോൾ നമ്മുടെ മാസ്കി ബോയ്ക്ക് ഇപ്പോൾ 2 ട്രിപ്പ് വന്ന് കിടപ്പുണ്ട്. അതായത് ഒരു കല്യാണ ട്രിപ്പും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഒരു 3-4 ദിവസത്തെ ഒരു ട്രിപ്പാണ് നമ്മുടെ മാസ്കിക്ക് വന്നേക്കുന്നത്. ഓക്കെ, നമ്മുടെ മാസ്കി ബോയ് ആണ്, നമ്മൾ മാസ്കി എന്ന് വിളിച്ചാൽ മതി ഗൈസ്. ഓക്കെ, ഇവിടെ ഒരു ഫുള്ള് മഞ്ഞും അതുപോലെ വെള്ളമൊക്കെയാണ്. നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ആ മലയുടെ അവിടെ ആയിട്ടൊക്കെ. ഓക്കെ, എന്തായാലും നമുക്ക് ഇവനെ അങ്ങ് ഓവർടേക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തുമെന്ന്. എന്തായാലും കുറേ താമസിച്ച് പോയിട്ടുണ്ട്. ഓക്കെ, ഇതുവഴി അങ്ങ് കയറാം. ഞാൻ വിചാരിച്ചെന്താണ് ഇത് 1 വേ ആയിരുന്നു. ഞാൻ വിചാരിച്ചെന്താണ് ഇതുവഴി വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്നതെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പം ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് സ്കൂളെത്തിയിട്ട് കാണാം. എല്ലാവരും ഇറക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ സ്കൂളും കാര്യങ്ങളൊക്കെ എത്തി, എല്ലാവരും ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ബൈ.